പിന്നെ അച്ഛൻ ഡെയിലി വീട്ടിൽ ഓരോരുത്തരെ കൊണ്ടുവരും. ഒരാമ്പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മേനെ കാണിച്ചിട്ട് പറയും എന്ത് വേണേലും ചെയ്തോന്ന് പറയും. അന്ന് നാട്ടുകാരുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. കസിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കന്ന് ഉണ്ടായിരുന്നില്ല. അവര് മുതലെടുക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുടിച്ചിട്ട് മൊത്തം ഒരു ഭ്രാന്ത് പോലെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, ഞാനും അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു വിഷ്വൽ പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇരുന്നിട്ടേ ഇല്ല ലൈഫിൽ. ഇല്ല, ഞാൻ 4ാം ക്ലാസ് എത്തിയപ്പോ തന്നെ ആള് മരിച്ചു പോയിണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു. എന്ത് ഭീകര അവസ്ഥയാണെന്നറിയാം. ഒരു സ്വന്തം തന്ത ഇങ്ങനെ കുട്ടിക്കുടപ്പുകാരനൊക്കെ ആയി പോയി കഴിഞ്ഞാലുള്ള ഗതികേട്. ഓരോ ആളുകൾ വിജയിച്ച് അവർ മുന്നിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തുള്ളൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒരു മാതാപിതാക്കളൊക്കെ പ്രത്യേകിച്ച് അച്ഛന്മാർ കുടിയന്മാരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ. അച്ഛൻ കുടിയനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ആ കുട്ടി പറഞ്ഞു കേട്ടപ്പോൾ എന്തോ പോലെ അച്ഛൻ കൂടി എന്ത് വേണേലും ചെയ്തു എന്ന് പറഞ്ഞു. ഒരു സന്തോഷം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരിക്കും ആ കുട്ടി. എന്തൊക്കെയായാലും നല്ലൊരു പാർട്ണറെ കിട്ടിയിട്ടുണ്ട്. ദൈവം സഹായിച്ചായിരുന്നു, മുന്നോട്ട് പോകട്ടെ.